അറിയോ, യുവതിയെ പീഡിപ്പിച്ച സ്വാമി അറസ്റ്റിൽ. അതിന് സ്വാമി എന്തു പിഴച്ചു? അയാൾ അയാളുടെ കർമ്മമല്ലേ ചെയ്തുള്ളൂ. നമസ്കാരം. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സർവേയുമായി വന്നതാണ്. ഇങ്ങോട്ട് തന്നോളൂ. എന്ത് സർവേ? സർവേ എടുക്കാൻ വന്നതാണ്. അകത്തുണ്ടെങ്കിൽ എടുത്തോളൂ. എവിടെയായിരിക്കുന്നെന്ന് എനിക്കറിയില്ല. മിസ്റ്റർ, ഈ വീട്ടിൽ എത്ര പേരുണ്ട്? ഈ വീട്ടിന് ഒരു പേരേ ഉള്ളൂ, മംഗലത്ത് വീട്. ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന്? അതെ, ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നീ പോയിട്ട് പിന്നെ വാ, ഫോൺ നമ്പർ തന്നാ മതി. ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന്? അതായിരുന്നു, 5-8 പേരുണ്ട്. മുല കുടിക്കുന്ന കുട്ടികളുണ്ടോ? ഇതുവരെ ഇല്ല. വേണമെങ്കിൽ. എന്താണ് നീ എന്നെ പറ്റി വിചാരിച്ചേ? ഇയാൾ എന്നോട് അപമര്യാദ കാണിച്ചു. അത് കാണിച്ചു? അയ്യോ, ദൈവത്തിനാണ് ഞാൻ കാണിച്ചില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു ബ്രഹ്മചാരിയല്ലേ, എനിക്ക് അങ്ങനെ ഇങ്ങനെ കാണിക്കാൻ. ഇയാൾക്ക് വരാൻ കണ്ട സമയം. മാഡം ക്ഷമിക്കണം. കൂൾ ഡൗൺ. പറയൂ മാഡം. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സർവേ എടുക്കാൻ വന്നതാണ്. എന്താ മാഡത്തിന് അറിയേണ്ടത്? ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ സാറും അസിസ്റ്റന്റ്. ഇത് ഗസ്റ്റ് ഹൗസ് ആണോ? അല്ല, കുടുംബം ഉണ്ടാക്കാനുള്ള ശ്രമത്തില. ശ്രമത്തിലോ? കുട്ടികൾ, അച്ഛൻ, അമ്മ. ആരാ ഗൃഹനാഥൻ? റോഷൻ വർമ്മ. അദ്ദേഹത്തിന്റെ കുടുംബം? സോറി, അദ്ദേഹം അനാഥനാണ്. അനാഥനായപ്പ, എനിക്കെല്ലാം മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത്? ഇതെല്ലാം തരികിടയാണെന്ന്. അമ്മാവൻ, അമ്മായി, കുഞ്ഞമ്മ, കൊച്ചിച്ചൻ, ചിറ്റപ്പൻ, പിന്നെ ഒലക്കട മൂട്, എല്ലാം എല്ലാം തരികിടയാണെന്ന്. അനാഥനായിരുന്നല്ലേ? വീടുമില്ല, കുടുംബമില്ല. ഞാനിതിനൊന്നിനും കൂട്ടിയിരിക്കില്ല. ഞാൻ ദേ ഇപ്പൊ ഇവിടുന്ന് പോകും. ശവമായി. ഇപ്പൊ എന്താ പറഞ്ഞ? നീ ഇവിടെ നിന്ന് പോകും. പക്ഷെ അതൊന്നുകിൽ എന്റെയും വേദികയുടെയും കല്യാണം ഉറപ്പിച്ചതിന് ശേഷം, അതല്ലെങ്കിൽ ശവമായി. വെറുതെ തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. എനിക്ക് ബന്ധുക്കളില്ല, ഞാൻ അനാഥനാണ്. എന്റെ കുടുംബത്തെ ഇനി വേണം കണ്ടുപിടിക്കാൻ. 3-ാം വയസ്സിലെ ഒരു മഴയും പേമാരിയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് വേർപിരിഞ്ഞതാണ് ഞാൻ എന്റെ കുടുംബവുമായിട്ട്. അവരൊക്കെ എന്താണ്, എവിടെയാണെന്ന് ഇനി വേണം അന്വേഷിക്കാൻ. അപ്പൊ അന്ന് മലേഷ്യയിൽ വെച്ച് ദാമോദർജിയോട് പറഞ്ഞ കുടുംബം? അത് ഞാനല്ലല്ലോ പറഞ്ഞത്, നീയല്ലേ. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ഭാഗ്യം, എല്ലാവരും ഉറങ്ങി. ഇന്ന് ഈ വിവരം ഞാൻ ദാമോദർജിയെ അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്നൊന്നും ചേരുന്ന ഞാൻ മൂത്രമൊഴിക്കാൻ വന്നതാ. ഈ നിഴലിനൊക്കെ ഉറക്കമില്ലേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങി നടക്കും. ഹലോ ദാമോദർജി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കുകയും വേണ്ട. അല്ല, കേൾക്കണം. ഈ കല്യാണം നടത്തരുത്. ഇവന്മാരെല്ലാം ഫ്രോഡുകളാ. ആ പയ്യന് കുടുംബമില്ല, വീടുമില്ല. എന്നെ ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും അന്ന് പറയിപ്പിച്ചതാ. എന്നെ എങ്ങനെയെങ്കിലും ഈ പൂട്ടിന്നൊന്ന് രക്ഷിക്കണം. ഹലോ ഹലോ, ചക്കര. ഓക്കടി ചേട്ടൻ, നാളെ വിളിക്കാമേ. തോഴി വത്സല, ഒരു മിനിറ്റ്. ദാമോദർജി, ഇത് ഞാനാ വേശ്യവചസ്, അല്ല വശ്യവചസ്. റോഷന്റെ കുടുംബക്കാരെ എല്ലാം ഞാൻ പരിചയപ്പെട്ടു. നല്ല ഉഗ്രം കുടുംബം. ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള മരുമകനെ കിട്ടാൻ നിങ്ങൾ പുണ്യം ചെയ്യണം. അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും മംഗലത്ത് വീട്ടുകാരെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അല്ല ദാമോദർജി, ശരി, ഇനി മരിച്ചോട്ടെ, അല്ല വച്ചോട്ടെ എന്ന് പോരെ.
അയ്യോ വെടിവെക്ക്. പേടിയാണ്. ചതി. അതിനു മാത്രം തേജയുടെ ക്യാമ്പിൽ ഒരു ദയയുമില്ല. നീ എന്തുകൊണ്ടാ എന്നെ ചതിച്ചതെന്നറിയോ? നിനക്ക് പേടിയില്ല. അയ്യോ അങ്ങനെ മാത്രം പറയരുതേ, എനിക്ക് ഭയങ്കര പേടിയാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. പോരാ, അത് പോരാ. അയ്യോ അത് മതി, ഞാൻ പേടിച്ച് തൂറിയതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. ശ്രാങ്ക ഭായ്, ഇതാരാ നിനക്കറിയോ? ആരാ? സെബാസ്റ്റ്യൻ പുണ്യാളൻ. തെറ്റി. ശ്രാങ്ക ഭായ്, മലേഷ്യയിൽ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും അറിയാവുന്ന ആ കഥ ഇവന് പറഞ്ഞു കൊടുക്ക. ഭായിയുടെ കയ്യിൽ നിന്ന് കാശ് പലിശക്കെടുത്തിട്ട് പറ്റിച്ചയാളെ ഭായി എന്ത് ചെയ്തെന്നറിയോ? പറഞ്ഞു കൊടുക്കടാ. അയാൾ കൊടുക്കാനുള്ള പൈസ 1 രൂപ വെച്ച് ഗുണിച്ച് അത്രയും പൈസയുടെ പലിശയും ചേർത്ത് ആ തുകയ്ക്കുള്ള ശൂലങ്ങൾ വാങ്ങി ശരീരത്തിൽ കുത്തി നിറച്ചു. എന്നിട്ട് മലേഷ്യ മുഴുവൻ കോവിൽ കാവടിക്ക് വിട്ടു. ഭായിക്ക് അവിടെ ഭയങ്കര വിശ്വാസമാണ്. അവന് ഞാൻ കൊടുത്തത് 2 ആഴ്ചയായിരുന്നു. നിനക്ക് ഞാൻ തരാൻ പോകുന്നത് 48 മണിക്കൂറാണ്. അതിനുള്ളിൽ 23 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിട്ടുപിരിഞ്ഞ എന്റെ കുടുംബം നീ കണ്ടുപിടിച്ച് തരണം. ഇല്ലെങ്കിൽ 48 മണിക്കൂറുകൾക്ക് ശേഷം എന്നെ അന്വേഷിച്ചൊരു ബന്ധു വരുന്നത് വരെ മിനിറ്റിന് ഓരോ ശൂലം വെച്ച് നിന്റെ ശരീരത്തിൽ കുത്തിയിറക്കും. എന്നിട്ട് 108 ദിവസം പളനിയിൽ കാവടിക്കിരുത്തും. ഭീഷണി അതെന്റെ അടുത്ത് വേണ്ട, ഞാൻ പേടിക്കും. 48 മണിക്കൂറിനകം കുടുംബം കണ്ടുപിടിച്ച പോരെ, ഞാൻ വരുത്തും. നിനക്ക് എവിടെ വേണമെങ്കിലും പോയി അന്വേഷിക്കാം. കൂട്ടിന് ഇവരും വരും. ബ്ലേഡ് അഴിച്ചു വിട്ടേക്ക്. അടുത്ത് വരണ്ട, ദൂരെ നിന്ന് അഴിച്ചാൽ മതി, കുനിയരുത്. ഭായ്, ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വരും. ആരെയും വിളിക്കണ്ട, ഞാൻ തന്നെ കഴുകാം. ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ആര് പറഞ്ഞു? ഇനി 7 മിനിറ്റ് കൂടിയുണ്ട്. കുത്താൻ സമയായോ? കുത്തണ്ട, എനിക്ക് പേടിയാണ്. ഭായ്, അവന് കൊടുത്തിരുന്ന 48 മണിക്കൂർ കഴിഞ്ഞ് 1 മിനിറ്റുമായി. ആദ്യത്തെ ശൂലം അവന്റെ നാക്കിൽ തന്നെ തറക്കി. എടുക്കൂല. അതെന്താണ്? നാക്കെടുത്താൽ ഞാൻ നുണയെ പറയൂ. നാക്കി കുത്തി തൊളയിടരുത്. ഞാൻ സാമ്പാർ ഓടിക്കുമ്പോ ചിലപ്പോ ചോരും. കുത്തടാവനെ. നാക്ക് വിളിയിടണം, കവള കുത്തി പൊത്തുകളയും.